പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് 12ാമത്തെ പാഠമാണ്. വിചാരണ ചെയ്തു ക്രൂശിച്ചു, ട്രൈഡ് ആൻഡ് ക്രൂസിഫൈഡ് എന്ന ഭാഗമാണ് ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആഴ്ചത്തെ പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്, അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷം ഞങ്ങൾക്കായി ക്രമീകരിച്ചിരിക്കുന്ന നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഈ പാഠം ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നന്ദി അർപ്പിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ ഈ പാഠം പഠിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് പഠിക്കുന്നതോടൊപ്പം ഞങ്ങൾ നിന്നിതിൽ മനസ്സിലാക്കാനുള്ള പാഠവും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ഒരു പടി കൂടെ അടുത്ത് ജീവിപ്പാൻ ഞങ്ങൾ ഒരുക്കുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തെ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമീൻ. നമ്മൾ പഠിക്കുന്നത് വിചാരണ ചെയ്തു ക്രൂശിച്ചു എന്ന ഭാഗമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 15ാം അധ്യായത്തിൽ നിന്നാണ് ആസ്പദമാക്കിയാണ് ഈ ആഴ്ചത്തെ പാഠം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മനപ്പാഠവാക്യം മർക്കോസ് 15ാം അധ്യായം 34ാം വാക്യമാണ്. 9-ാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബദാനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇതാണ് നമ്മുടെ മനപ്പാഠവാക്യം. നമുക്കറിയാം ഈ ഭാഗം എവിടെ വരുന്നതാണെന്നറിയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞ അവസാനത്തെ വാക്കാണ് ഇതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ബുധനാഴ്ചത്തെ പാഠഭാഗത്തിൽ ഈ വാക്ക് നമ്മൾ ഇച്ചിരി കൂടെ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ പോകുന്നത് 15ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ്. പാഠത്തിൻ്റെ തലവാചകം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, വിചാരണ ചെയ്ത് ക്രൂശിച്ചു. അപ്പോൾ വിചാരണയും ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പൊക്കെയാണ് ഈ ആഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നത്. പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഒന്നാമത്തത് സന്നിഗ്ധ സംഘവും യേശുവിൻ്റെ കുറ്റാരോപണവുമാണ്. അതായത് യേശുവിൻ്റെ കുറ്റാരോപണ വേളയിൽ സന്നിഗ്ധ സംഘത്തിൻ്റെ മനോഭാവം എന്നായിരുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് യേശുവിൻ്റെ കുറ്റാരോപണത്തിൽ റോമൻ അതോറിറ്റിയുടെ അംഗീകാരം എന്തെന്ന് നോക്കുന്നു. അതായത് യേശുവിൻ്റെ വിചാരണ സമയത്ത് പീലാത്തോസ് എങ്ങനെയാണ് ഇതിനെ കൈക്കൊണ്ടുവന്ന്, പീലാത്തോസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതുപോലെ മൂന്നാമത് നമ്മൾ നോക്കുന്നത് ജോസഫ് ഓഫ് അരിമത്തിയ ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ്. അതായത് അരിമത്തിയനായ യോസഫ്, അതായത് യേശുവിൻ്റെ മരണശേഷം അരിമത്യക്കാരനായ യോസഫിൻ്റെ പ്രവൃത്തിയെ മാർക്കോസ് എങ്ങനെ പറയുന്നു എന്നുകൂടെ ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. നീ യഹൂദന്മാരുടെ രാജാവോ, ആർ യു ദ കിങ് ഓഫ് ജ്യൂസ് എന്നാണ് ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം. മർക്കോസിൻ്റെ സുവിശേഷം 15ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഞായറാഴ്ചത്തെ പാഠഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ സിസ്റ്റർ വൈറ്റ് ചെയ്ത് ഡിസൈർ ഓഫ് ഏജസ് എന്ന ബുക്കിൽ ദ പൈലറ്റ് ജഡ്ജ്മെൻറ്റ് ഹോൾ എന്ന് പറയുന്ന ഭാഗം കൂടെ വായിച്ചു പോകുമ്പോൾ നമുക്കിത് നന്നായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതായത് AD 26 മുതൽ AD 36 വരെ യഹൂദ പ്രവിശ്യയുടെ ഗവർണറായിരുന്നു പോന്തിയോസ് പിലാത്തോസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നല്ലൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ജെറുസലേമിൽ സ്ഥിതി ചെയ്തിരുന്ന സന്നിഗ്ധ സംഘത്തിൽ 71 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് പീലാത്തോസിൻ്റെ മുമ്പിൽ ബന്ധനസ്ഥനാക്കിയാണ് എത്തിച്ചത്. ആരൊക്കെ ആ ജഡ്ജ്മെൻറ്റ് ഹാളിൻ്റെ പുറത്തുണ്ടായിരുന്നത് നോക്കുമ്പോഴത്തേക്ക് മൂപ്പന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, ജനക്കൂട്ടമുണ്ടായിരുന്നു, ആ സാൻഹിഡ്രിൻ കൗൺസിലിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, ഇതിന് പുറത്തുണ്ടായിരുന്നു. അതായത് പീലാത്തോസ് ഒത്തിരി ക്രിമിനൽസിനെ ഒത്തിരി തവണ ജഡ്ജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പീലാത്തോസ്. യേശുവിനെ കൊണ്ട് പീലാത്തോസിന് മുമ്പ് നിർത്തിയപ്പോൾ ആദ്യം പീലാത്തോസ് യേശുവിനെ ബന്ധിച്ചു കൊണ്ടുവന്നതായ പടയാളികളെ നോക്കി. അതിനുശേഷം പീലാത്തോസ് ശരിക്കും ഒന്ന് യേശുവിനെ നോക്കുകയുണ്ടായി. യേശുവിനെ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും നാൾ പീലാത്തോസിൻ്റെ മുമ്പിൽ കണ്ടിരുന്ന കുറ്റവാളികളെ പോലും ഒന്നും അല്ലായിരുന്നു യേശു. വളരെ നിഷ്കളങ്കനായി വളരെ ശാന്തനായി നിൽക്കുന്നതായ യേശുവിനെ കണ്ടു. യേശുവിനെ നോക്കിയപ്പോൾ തന്നെ അവനിൽ കുറ്റമൊന്നും കണ്ടില്ല എന്ന്, അവൻ്റെ മുഖത്ത് യാതൊരു ഗിൽറ്റി ഫീലിങ്ങും ഇല്ലാതെയാണ് യേശുവോടെ നിന്നിരുന്നത്. അതുകൊണ്ട് കണ്ടില്ല എന്ന് ഒരു കുറ്റവും പീലാത്തോസിന് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. പകരം സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് തന്നെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞു എന്നാണ് ഇൻ ദ പൈലറ്റ് ജഡ്ജ്മെൻറ്റ് ഹാൾ എന്ന് പറയുന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർക്കുക. ശരിക്കും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പീലാത്തോസിന്
യേശുവിനെ അങ്ങനെ വിധിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. കാരണം ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള കാരണത്താലാണ് മഹാപുരോഹിതന്മാരെല്ലാം യേശുവിനെ പിടിച്ചിരുന്നുവെങ്കിലും പീലാത്തോസ് വിധി പറയണമെങ്കിൽ അതൊരു മതപരമായ കുറ്റമായിരിക്കാൻ പാടില്ല, പിന്നെ അതൊരു രാജ്യദ്രോഹപരമായ കുറ്റമായിരിക്കണം, എങ്കിലായിരിക്കണം പീലാത്തോസ് അതിന് വിധി പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എന്ത് ചെയ്തു, പീലാത്തോസിൻ്റെ മുമ്പിൽ യേശുവിനെ എത്തിച്ചപ്പോഴേ അവർ ദൈവദൂഷണം എന്നൊരു കുറ്റത്തിന് പകരം അവർ ആ കുറ്റം ഒന്ന് മാറ്റി പിടിക്കുകയാണ് അവിടെ ചെയ്തത്. ശരിക്കും എന്താണ്, പീലാത്തോസ് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു അതെ എന്ന് ഉത്തരം പറയുന്നുമുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആര് ചെയ്തു, ഈ മൂപ്പന്മാരും പുരോഹിതന്മാരും എന്ത് ചെയ്തു, ഇതിൽ പിടിച്ചു തൂങ്ങി. അവർ പറഞ്ഞു, അപ്പോൾ ഇനി ഇവർ രാജാവാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ഇവനെന്താണ് ഗവൺമെൻറ്റിനെതിരെ മത്സരിക്കുന്ന ഒരു വ്യക്തിയായി തീരും. അങ്ങനെ എന്ത് ചെയ്തു, ഇത് രാജ്യദ്രോഹപരമായ കുറ്റമായി തീർത്തു. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ദൈവദൂഷണം പറയുന്ന കുറ്റത്തിനാണ് അവർ പിടിച്ചതെങ്കിലും പീലാത്തോസിന് മുമ്പിൽ രാജ്യദ്രോഹപരമായ കുറ്റമാക്കി തീർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെയാണ് പീലാത്തോസ് യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വിധി പറയേണ്ടതായിട്ട് വന്നു എന്ന് ഓർക്കണം. പലപ്പോഴായി കർത്താവായ യേശു ക്രിസ്തുവിനെ നിരീക്ഷിച്ച പീലാത്തോസിന് യേശു ക്രിസ്തു എന്താണ്, നിഷ്കളങ്കനായ മനുഷ്യനാണ്, ഇവനൊരു ദോഷമൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പീലാത്തോസ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദോഷവും കാണാത്തൊരു വ്യക്തിയെ ഒരു ക്രൂശ് മരണത്തിലേക്ക് കൊണ്ടുപോകാനോ ശിക്ഷിക്കാനോ പീലാത്തോസ് തയ്യാറായിരുന്നില്ല എന്നതാണ് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാവുന്നത്. പലപ്പോഴായി പീലാത്തോസ് എന്ത് ചെയ്തു, യേശുവിനെ ആ ക്രൂശീകരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് നമ്മൾ ഈ 1 മുതൽ 15 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, പീലാത്തോസിന് യേശുവിനെ ശരിക്കും ക്രൂശീകരണത്തിൽ നിന്ന് തടയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ലല്ലേ. പക്ഷേ പീലാത്തോസ് പരിശുദ്ധാത്മാവിനായി സ്വാധീനിക്കപ്പെട്ടുവെന്ന് മനസ്സിലായ കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിന് വീണ്ടും വീണ്ടും അവസരം നൽകുകയാണെന്ന് നമ്മൾ ഈ ഭാഗം ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശരിക്കും എന്താണ്, പരിശുദ്ധാത്മാവിനാൽ പീലാത്തോസ് സ്വാധീനിക്കപ്പെട്ടതുകൊണ്ടാണ് യേശുവിനെ ഈ ക്രൂശീകരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മൂപ്പന്മാരുടെ കയ്യിൽ നിന്ന്, പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് പീലാത്തോസ് രക്ഷിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നതെന്ന് ആർക്ക് മനസ്സിലായി? കർത്താവായ യേശു ക്രിസ്തുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് പീലാത്തോസിൻ്റെ ഭാര്യയിലൂടെ കത്തയച്ച് ഈ നിഷ്കളങ്കനായ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിഷം എന്താണ്, രാത്രിയിൽ ഞാൻ ഉറക്കത്തിൽ ഒത്തിരി സഫർ ചെയ്തു എന്ന് എഴുതി കൊടുക്കേണ്ടി വന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ പീലാത്തോസ് യേശുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലുപരി അത് പീലാത്തോസിന് കഴിയുമായിരുന്നില്ല. പക്ഷേ യേശു പീലാത്തോസിനെ രക്ഷയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നതാണ് ഇതിൻ്റെ സാരാംശം. പക്ഷേ ഇവിടെ കാണുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, പീലാത്തോസ് ഇഷ്ടമില്ലാതെ തന്നെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാനുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കത്തയച്ച് കൊടുത്തിട്ടും പീലാത്തോസ് സ്വതവേ സ്വാധീനിക്കപ്പെട്ടിട്ടും എന്ത് ചെയ്തു, പീലാത്തോസ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പീലാത്തോസ് എന്നെ ചിന്തിച്ചതാണ്, എല്ലാ ഈ പെരുന്നാളിനും ഒരു തടവ് പുള്ളിനെ തടവിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നതായ ഒരു പരിപാടി അവിടെ ചെയ്തു പോന്നിരുന്നു. അപ്പോൾ പീലാത്തോസാണ് ബറവാസിനെ തിരഞ്ഞെടുത്തത്. ഏറ്റവും ജയിലിലാക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദുഷ്ടനായ കൊലപാതകനായ ഒരു വ്യക്തിയാണ് ബറബാസ്. അപ്പോൾ പീലാത്തോസ് വിചാരിച്ചത്, ഞാൻ ഈ ഏറ്റവും ദുഷ്ടനായ വ്യക്തിനെ അവിടെ മുമ്പിൽ സ്വതന്ത്രനാക്കാൻ വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു എന്ന രാജാവിനെ തിരഞ്ഞെടുക്കുമെന്ന് പീലാത്തോസിൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു അത്. അതുകൊണ്ട് പീലാത്തോസ് ബറബാസിനെ തിരഞ്ഞെടുത്ത് അവിടെ നിർത്തിയെങ്കിലും പീലാത്തോസിന് അവിടെ തെറ്റി. എല്ലാവരും എന്താവശ്യപ്പെട്ടു, ബറബാസിനെ ആവശ്യപ്പെടുകയും യേശുവിനെ ക്രൂശിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതായ ഒരു രംഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. പക്ഷെ നമുക്കിവിടെ വിരോധാഭാസമായി തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് സഭയിലെ മൂപ്പന്മാരും എൽഡേഴ്സും സഭാ ശുശ്രൂഷന്മാരായിരിക്കുന്നവരാണ് ആര്, പുരോഹിതന്മാരാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരു ജാതീയ ഗവർണർ യേശുവിനെ നിരീക്ഷിച്ചപ്പോൾ തന്നെ അവൻ ദോഷമൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയും അവനെ എന്ത് ചെയ്തു, പലതവണയായിട്ട് ആ ക്രൂശീകരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ദൈവത്തെ അന്വേഷിക്കുന്ന, ആരാധിക്കുന്ന, ഈ പെസകളെല്ലാം ആചരിക്കുന്ന ആർക്കാണ്, പുരോഹിതന്മാർക്ക് കൂടെ ഇത്രയും അത്ഭുതങ്ങളും കണ്ടിട്ടും അവനോട് അസൂയ മൂത്താണ് ചെയ്യുന്നതെന്നും ആർക്ക് മനസ്സിലായി? പീലാത്തോസിന് മനസ്സിലായി. ഇത്രയുമായിട്ടുള്ള അതിശയങ്ങളൊന്നും കണ്ടിട്ടും അവർക്ക് തോന്നാത്തൊരു സിമ്പതി, അവർക്ക് വെളിപ്പെടാത്ത ദൈവം ആർക്ക് വെളിപ്പെട്ടു? ശരിക്കും പീലാത്തോസിന്
വെളിപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവിടെ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, പീലാത്തോസിൻ്റെ അധികാര സ്ഥാനം ഒഴിയുമെന്ന് പേടിച്ച് പീലാത്തോസ് എന്ത് ചെയ്യുന്നു? സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നതായ ഒരു രംഗമാണ് കാണുന്നത്. ഇവിടെ ശരിക്കും പീലാത്തോസിന് യേശുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെങ്കിലും യേശുവിന് പീലാത്തോസിനെ രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയുമായിരുന്നു. അതായത് പീലാത്തോസ് ആ ഒരു സ്വന്തമായുള്ള തീരുമാനത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സ്വാധീനിച്ചപ്പോൾ അതിൽ നിന്ന് മുഖം തിരിച്ചില്ലായിരുന്നുവെങ്കിൽ പീലാത്തോസിന് യേശുവിൻ്റെ ക്രൂശീകരണം ഒരു രക്ഷയുടെ മാർഗമായി മാറുമായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ഭാഗം എല്ലാം പഠിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്, ആർ വി പൈലറ്റ്? കാരണം എന്താണ്? നമ്മളും പീലാത്തോസിനെ പോലെയാണ് ചില സമയത്തല്ലേ, പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടും സ്വന്തമായി ഒരു ഡിസിഷൻ എടുക്കാതെ സാഹചര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ദൈവകൽപ്പനയ്ക്കെതിരെയും യേശുവിനെതിരെയും പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? പീലാത്തോസിനെ പോലെ സ്വാധീനിക്കപ്പെട്ടത് ഒരു വിഷയമല്ലെങ്കിലും ഡിസിഷൻ എടുക്കേണ്ടത്, സ്വാധീനിക്കപ്പെട്ടിട്ടും ഡിസിഷൻ എടുക്കാത്തത് അവിടെ വളരെ ഒരു വലിയ തെറ്റിലേക്കും അതോടൊപ്പം എന്താണ് രക്ഷ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്കും പോകും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും എന്താണ്, നമ്മളും യേശുവിനാൽ പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തീർച്ചയായിട്ടും തക്ക സമയത്ത് തീരുമാനങ്ങളെടുത്ത് ദൈവഭാഗത്ത് എന്ത് നഷ്ടപ്പെട്ടാലും ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം യഹൂദന്മാരുടെ രാജാവേ ജയ ജയ, ഹെയിൽ കിങ് ഓഫ് ദ ജ്യൂസ്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കിയാണ് തിങ്കളാഴ്ചത്തെ ഭാഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഡിസൈർ ഓഫ് ഏജസ് എന്ന സിസ്റ്റർ വൈറ്റിൻ്റെ ബുക്കിലെ 78-ാമത്തെ ഭാഗമായ കാൽവറി എന്ന ഭാഗം കൂടെ വായിക്കുന്നത് നന്നായിരിക്കും. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ഇവിടെ പടയാളികളെല്ലാവരും എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതുമായ ഒരു രംഗമാണ് കാണുന്നത്. അതായത് ഈ അന്ത്യത്താഴത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശാരീരികമായി കർത്താവായ യേശു ക്രിസ്തു ഓൾറെഡി ക്ഷീണിതനായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെക്ക് മുമ്പ് കൊണ്ടുപോയി? അനന്യാസിൻ്റെ ഫ്രണ്ടിൽ പോയി കയ്യഫാസ്, പീലാത്തോസ്, ഹെരോദാവ് ഇങ്ങനെ മാറി മാറി പോയതിന് ശേഷമാണ് ശിക്ഷാവിധി അവർ നടപ്പിലാക്കി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പിന്നെയും ശാരീരികമായി യേശു ക്രിസ്തു ഓൾറെഡി തളർന്നിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? ചാട്ടവാർ കൊണ്ട് അടിപ്പിക്കുകയുണ്ടായി. ആ ചാട്ടവാറിൻ്റെ അടുത്തൊക്കെ എല്ല്, പല്ല് തുടങ്ങിയതായ കഷ്ണങ്ങളെല്ലാം അവർ വെച്ച് കെട്ടുകയും മുള്ളുകളൊക്കെ വെച്ച് കെട്ടുകയും അതുകൊണ്ട് അടിക്കുകയൊക്കെ ചെയ്തുണ്ടായി. അങ്ങനെ അതൊരു വളരെ ശാരീരികമായ തളർച്ചയിലുപരി ശാരീരികമായ ഒരു പീഡനം കൂടെ യേശു ക്രിസ്തു അവിടെ നേരിട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം എന്താണ്? അവനെ മുഖത്ത് തുപ്പുകൊണ്ടായി, അവനെ തമാശ രൂപേണ പരിഹസിച്ചുകൊണ്ട് മുട്ടുകുത്തി എന്ത് ചെയ്ത് അവനെ നമസ്കരിക്കുകയുണ്ടായി. അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞാണ് യഹൂദന്മാരുടെ രാജാവേ ജയ ജയാന്ന്. ഇത് ശരിക്കും എന്താണ്? ഒരു പരിഹാസ രൂപേണ കർത്താവായ യേശു ക്രിസ്തുവെ അധിക്ഷേപിച്ചതാണെങ്കിൽ കൂടെ നമ്മളത് കാണുന്ന ഒരു വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ആരായിരുന്നു? യഹൂദന്മാരുടെ രാജാവ് തന്നെയായിരുന്നു. പക്ഷെ അവരെന്താണ്? പരിഹാസ രൂപേണയാണ് അവിടെയുള്ള സ്ഥിതിയിൽ അവർ പരിഹസിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റാൻ കൊണ്ടുപോകുന്ന വഴിയിലാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഇത്രയും ക്ഷീണിതനായിരിക്കുന്ന, അതിലുപരി ശാരീരിക പീഡനം കൂടെ ഏറ്റ യേശു ക്രിസ്തു തന്നെയാണ് സ്വന്തം ക്രൂശ് ചുമന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ യേശു ക്രിസ്തു ക്രൂശ് ചുമന്ന് കൊണ്ടുപോകുമ്പോൾ യേശുവിന് എന്താണ്? തീരെ അത് ചുമക്കാൻ തന്നെ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെയാണ് കുറേനക്കാരനായ ശീമോൻ ആ വഴി വരുന്നത് കണ്ടിട്ട് ഇവർ പടയാളികൾ ശീമോനെ വിളിച്ച് ക്രോസ് ചുമക്കാനായിട്ട് ഏർപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കുറേനക്കാരെ ശീമോൻ്റെ രണ്ട് മക്കളും ആരായിരുന്നു? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും പിന്തുടരുന്നവരായിരുന്നുവെങ്കിലും ഈ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ല. യേശുവിനെ അങ്ങനെ ഈ ശീമോൻ വിശ്വസിച്ചിരുന്നതുമില്ല. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള ശ്രുതി ഓൾറെഡി കേട്ടിരുന്നത് കൊണ്ട് തന്നെ ശീമോന് അത് വന്ന് എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ കുരിശ് ചുമക്കുന്നത് യേശുവിനോടൊപ്പം നടക്കാനും, യേശുവിനെ ശീമോൻ നോക്കിയ സമയത്ത് യേശുവും ശീമോനെ നോക്കുകയുണ്ടായി. ആ ഒരു നോട്ടത്തിൽ തന്നെ ശീമോന് ഇത് ദൈവപുത്രനാണ്
ഇത് രക്ഷകനായ യേശു മശിഹയാണെന്ന് ആർക്ക് മനസ്സിലായി? ശീമോന് മനസ്സിലായി. ശരിക്കും ഒത്തിരി അത്ഭുതങ്ങൾ കണ്ട, ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട്, ഒത്തിരി ഉപമകളെല്ലാം കേട്ട് ജനക്കൂട്ടത്തിനും പുരോഹിതന്മാർക്കും എൽഡേഴ്സിനും മനസ്സിലാകാത്തൊരു കാര്യം ആർക്ക്? യേശുവിനൊപ്പം കാൽവറിയിലോട്ട് ക്രൂശിൽ ചുമന്ന് നടന്നു പോകുന്ന സമയത്ത് യേശുവിനെ നിരീക്ഷിക്കുകയും യേശുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ യേശു തിരിച്ചു നോക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ശീമോന് മനസ്സിലായതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്തു? ഈ പടയാളികൾക്കും മറ്റുള്ളവർക്കും ഇതൊന്നും മനസ്സിലാകാതെ യേശുവിനെ തുടർന്നും പരിഹസിച്ചു കൊണ്ടേ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ന്യായവിധി ദിവസത്തിൽ അവരുടെ അറിവില്ലായ്മ അവരെ ന്യായീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ആരുടെ അറിവില്ലായ്മയാണ്? ഈ പരിഹസിച്ച പടയാളികളുടെ എല്ലാവർക്കും അറിവില്ലായ്മ എന്തുകൊണ്ട് ഇവിടെ ന്യായീകരിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ പറയാം? ശരിക്കും അവർക്ക് അറിയാൻ ധാരാളം അവസരം ഉണ്ടായിരുന്നു, അല്ലേ? ഈ പുരോഹിതന്മാർക്കുള്ള കാര്യം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായിട്ട് കൂടെ അവരെന്താണ്, അവരുടെ അസൂയയുടെ പുറത്താണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയതെന്നൂടെ നമ്മൾ മനസ്സിലാകുന്നു. ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അസൂയ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ സംഭവം തന്നെയാണ് എന്ന്. അത് രക്ഷ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വഭാവ ഗുണമാണെന്ന് കൂടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ശരിക്കും എന്താണ്, അവർക്ക് ധാരാളം അവസരം ഉണ്ടായിരുന്നിട്ടും അവർ ദൈവത്തെ ക്രിട്ടിസൈസ് ചെയ്തതല്ലാതെ അവർക്ക് ദൈവത്തെ അറിയണ്ടെന്ന് അവർ തന്നെ തീരുമാനിച്ചിരുന്നു. അവർ ദൈവത്തെ ഒരിക്കലും സ്വീകരിക്കാൻ പറയുന്ന ഒന്നും ചെവിക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് പറയുന്നത്. അവർക്ക് അറിയേണ്ടാത്തതാണ് അവരുടെ അറിവില്ലായ്മയുടെ കാരണമായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവസരം ലഭിച്ചിട്ട് അവരത് അറിയണ്ടാതിരുന്നു. അതുപോലെ അവസരം ലഭിച്ചിട്ട് അറിയണ്ടാതിരുന്ന് യേശുവിനെ അറിയാതെ പോയ ആർക്കും തന്നെ ന്യായവിധി ദിവസത്തിൽ യാതൊരു തര എക്സ്ക്യൂസസുകളും ഉണ്ടായിരിക്കില്ല എന്നുകൂടെ ഈ ഭാഗം നമ്മെ മനസ്സിലാക്കി തരുന്നു. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ക്രൂശീകരണം അല്ലെങ്കിൽ ഇത് ക്രൂസിഫിഷൻ എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 38 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ചൊവ്വാഴ്ചത്തെ പാഠഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസൈർ ഓഫ് ഏജസ് എന്ന ബുക്കിൽ 78ഉം 79ഉം ചാപ്റ്റേഴ്സ്, അതായത് കാൽവറി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന ഭാഗം കൂടെ നമുക്ക് നോക്കി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. ശരിക്കും നമുക്ക് വേദനാജനകമായ വിരോധാഭാസങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് ക്രൂശീകരണം എന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഗോൽഗോത്ത എന്ന മലയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ എത്തി. യേശുവിനെ അവിടെ ക്രൂശിൽ തറയ്ക്കുന്നതായ രംഗം കാണുന്നുണ്ട്. ക്രൂശിൽ തറച്ചതിന് ശേഷം, അതായത് കിടത്തി തറച്ചതിന് ശേഷം എന്ത് ചെയ്തു? 2 ശക്തരായ വ്യക്തികൾ വന്നിട്ട് ഈ ക്രൂശ് ഉയർത്തി അത് സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ഒരു കുഴിയിലേക്ക് എന്ത് ചെയ്തു? അവർ പടാന്ന് ഇടുകയാണ് ഉണ്ടായത്. അവർ ആ കുഴിയിൽ വളരെ ഫാസ്റ്റായിട്ട് എടുത്തിട്ടു. അങ്ങനെ എടുത്തിട്ടപ്പോൾ എന്ത് ചെയ്തു? ശരീരം മുഴുവൻ ഷേക്കായിട്ട് അത് ഒരു അതികഠിനമായൊരു വേദനയായിരുന്നു ആ സമയം. അവരിങ്ങനെ ക്രൂശെടുത്തിട്ടപ്പോൾ യേശുവിനുണ്ടായതെന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഈ സമയത്ത് അതിനുശേഷം അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു? പടയാളികൾ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം ചീട്ടിട്ട് പങ്കിട്ട് എടുക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. 3-ാം മണി നേരത്താണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതായിട്ടും നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇതിന് ശേഷം എന്ത് ചെയ്തു? യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്ത് എബ്രായ, അരാമിയ, ഗ്രീക്ക് ഭാഷകൾ 3 ഭാഷകൾ എഴുതി അവിടെ വെക്കുകയുണ്ടായെന്നും കൂടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി വെച്ചത് പുരോഹിതന്മാർ കണ്ടിട്ട് അവർക്കത് അനിഷ്ടമായി തുടങ്ങി. അവർ പീലാത്തോസിനോട് പറഞ്ഞു അങ്ങനെ എഴുതണ്ട, പകരം അവൻ പറഞ്ഞു അവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്നവിടെ എഴുതി പ്രദർശിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ പീലാത്തോസിന് ഇഷ്ടമില്ലാതെയാണ് ഓൾറെഡി യേശുവിനെ ക്രൂശിലേക്ക് വിട്ടത് തന്നെ. അതുകൊണ്ട് തന്നെ പീലാത്തോസ് തന്നോട് തന്നെ ദേഷ്യക്കാരനായി തീർന്നിരുന്നു. അതുകൊണ്ട് പീലാത്തോസ് മഹാപുരോഹിതന്മാർ കടുപ്പിച്ച് പറഞ്ഞു, ഞാൻ എഴുതിയത് തന്നെ, ഇനി ഞാനിത് മാറ്റം വരുത്തില്ല എന്ന് കാണുന്നു. അപ്പോൾ നമ്മളിവിടെ കാണുന്നൊരു വിരോധാഭാസം യഹൂദന്മാരുടെ രാജാവാണ് ജയ എന്നൊക്കെ പരിഹസിച്ചുവെങ്കിലും ഇവിടെ ക്രൂശീകരണ സമയത്ത് അങ്ങനെ ഒരു 3 ഭാഷകളിൽ എബ്രായ, അരാമിയ, ഗ്രീക്ക് ഭാഷകളിൽ അങ്ങനെ ഒരു മേലെഴുത്താണ് ഇവിടെ തറച്ചതെന്നുകൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു സത്യമായ കാര്യമാണ്, അല്ലേ? അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും പുരോഹിതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതെന്ത് ചെയ്തു? അതവിടെ നടപ്പിലാക്കപ്പെട്ടതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ
യേശുവിനെ പിന്നെയും പരിഹസിക്കുകയും തുപ്പുന്നതായിട്ടും ഒക്കെ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നു. അവരൊരു എക്സ്ട്രീം സ്റ്റേറ്റ് ഓഫ് മോക്കിങ് അവർ നടത്തിയതായിട്ട് കാണുന്നുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമല്ല അവിടുത്തെ ആദ്യത്തെ ക്രൂശീകരണം. ഇതവിടെ ശിക്ഷ നടപ്പാക്കുന്ന രീതി തന്നെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം ഇത്ര അതികഠിനമായ ഒരു പീഡനവും അതുപോലെ ഇത്രയും ഭയങ്കര പരിഹാസവും ഒക്കെ നേരിടേണ്ടി വന്നു? എല്ലാം ഒരു എക്സ്ട്രീം ലെവലിലാണ് അവിടെയുള്ള പടയാളികളും മൂപ്പന്മാരും ജനവും ഒക്കെ ആരവത്തോടുകൂടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ എക്സ്ട്രീം ലെവലിൽ അവർ ചെയ്യാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ക്രൂശിൽ നിന്ന് താഴെ ഇറക്കണം എന്നതാണ് ആരുടെ ഉദ്ദേശം? സാത്താൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും, അത് ഇത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും ഇത്ര പരിഹാസത്തിലൂടെ ആയാലും ഏത് രീതിയിലാണ് ക്രൂശിൽ നിന്ന് യേശുവിനെ താഴെ ഇറക്കാൻ കഴിയുള്ളൂ. ക്രൂശിൽ നിന്ന് യേശുവിനെ താഴെ ഇറക്കാനും കഴിയും, സ്വന്തമായി ഇറങ്ങാനും കഴിയുമെന്ന് ഇതിൽ വിശ്വസിച്ചിരുന്ന ആര് മാത്രമാണ്? സാത്താന് മാത്രമാണ്. ശരിക്കും എന്താണ്, ആ പുരോഹിതന്മാർക്കും ആ എൽഡേഴ്സിനും അതുപോലെ അവിടെ കൂടിയുന്ന ജനത്തിനും പടയാളികൾക്കും ഒന്നും എന്താണ്, ഇവർ പരിഹസിക്കുമ്പോഴും ദൈവത്തിനത് കഴിയുമായിരുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ സാത്താൻ നന്നായിട്ടറിയാം ഇത് യേശു തന്നെയാണ്, ദൈവപുത്രൻ തന്നെയാണ്, അവനത് കഴിയും. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ക്രൂശിൽ നിന്ന് ചാടിയാൽ എന്ത് സംഭവിക്കും? അതോടുകൂടെ മാനവരാശിയുടെ രക്ഷാപദ്ധതി തന്നെ അവിടെ വെച്ച് നിർത്തലാക്കപ്പെടുമെന്നുള്ള വിഷയം ആർക്കറിയാം? സാത്താൻ നന്നായിട്ടറിയാം. നമ്മളവിടെ 29-ാം വാക്യത്തിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നു, മന്ദിരം പൊളിച്ച് 3-ാം നാൾ കൊണ്ട് പണിയും എന്ന് പറഞ്ഞവനെ നീ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് അവർ പരിഹസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 31-ാം വാക്യത്തിലേക്ക് നോക്കും നമ്മൾ കാണുന്നുണ്ട്, അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, അവനെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പരിഹസിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താണ്, ഈ ഒരു പരിഹാസ രീതികളെല്ലാം തന്നെ എന്താണ്, യേശുവിനെ തന്നെ ഇറങ്ങി വരാൻ ടെമിറ്റ് ചെയ്യുന്ന രീതിയിൽ അത്രയും എക്സ്ട്രീം ലെവലിലാണ് ഈ പടയാളികളും മഹാപുരോഹിതന്മാരൊക്കെ അവിടെ പരിഹസിച്ച് കൊണ്ടിരുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്താണ്, ദൈവം ഇതെല്ലാം അതിജീവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. വളരെ ശാന്തനായി അവരോട് എന്താണ് ഒരു റിപ്ലൈയും ചെയ്യാതെ ആ ക്രൂശിൽ, അതായത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു ശാരീരിക പീഡനത്തിൽ ഉപരി ഒരു എക്സ്ട്രീം ലെവലിലൊരു മാനസിക പീഡനത്തിൽ കൂടെ, അപ്പോൾ എക്സ്ട്രീം ശാരീരിക പീഡനത്തിന് വേണ്ടിയുള്ള അടിയും എല്ലാം അവർ നടത്തി കഴിഞ്ഞിട്ടാണ് അവരെ ഒരു മാനസിക പീഡനം ഒരു എക്സ്ട്രീം ലെവലിലേക്ക് സാത്താൻ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് രണ്ടിലൂടെയെങ്കിലും യേശു ക്രൂശിൽ നിന്ന് താഴെ ഇറങ്ങണം എന്നാണ് ആരുടെ ആഗ്രഹമായിരുന്നത്? സാത്താൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ അതവിടെ നടപ്പിലായില്ല എന്നുകൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും യേശുവാണ് ഇത്രയധികം ക്രൂശിൽ തറയ്ക്കപ്പെട്ടവരിൽ ഇത്രയധികം പരിഹാസനങ്ങളോടും മാനസികമായ ശാരീരിക പീഡനങ്ങളോടുകൂടെ മരിച്ച വ്യക്തിയെന്ന് നമ്മൾ കാണുന്നത്. ഈ അതികഠിനമായ പീഡനങ്ങളിലൂടെയാണ് പാപത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ഈ വലിയ ഒരു മാനസിക ശാരീരിക പീഡനങ്ങളിലൂടെ കടന്നുപോയി പാപത്തിൽ നിന്ന് രക്ഷിച്ച യേശു ആവട്ടെ നമ്മുടെ തന്നെ ഹീറോ. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചയുടെ ഭാഗത്തിൻ്റെ തലവാചകം ദൈവം ഉപേക്ഷിച്ചു, ഫോർസേക്കൺ ബൈ ഗാഡ്. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് ബുധനാഴ്ചത്തെ ഭാഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഡിസൈർ ഓഫ് ഏജസിലെ 79-ാമത്തെ ഭാഗം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന ഭാഗം കൂടി നമുക്ക് നോക്കി പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 15-ന്റെ 33 വരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് 6 മണി മുതൽ 9 മണി വരെ എന്താണ് ആ ദേശത്ത് എങ്ങും എന്താണ് ഇരുട്ടുണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ ഡിസൈർ ഓഫ് ഏജസ് കാൽവറി എന്ന ഭാഗത്ത് പേജ് നമ്പർ 754 പോകുമ്പോൾ ഈ ഇരുട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായതായിട്ട് ആ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ ദാറ്റ് തിക് ഡാർക്ക്നെസ് ഗോഡ്സ് പ്രസൻസ് വാസ് ഹിഡൻ. ഹി മേക്സ് ഡാർക്ക്നെസ് ഹിസ് പവീലിയൻ ആൻഡ് കൺസീൽ ഹിസ് ഗ്ലോറി ഫ്രം ഹ്യൂമൻ ഐസ്. And God and his holy angels were beside the cross. The Father was with his Son, yet his presence was not revealed. അപ്പോൾ നമുക്കിവിടെ വായിക്കുന്നത് എന്താണ്, ഈ സമയത്ത് 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് എന്താണ് അവിടെ ഇരുട്ടുണ്ടായെന്ന് കാണുന്നു. ഈ ഭാഗത്ത് നമ്മളിപ്പോൾ വായിച്ച എന്താണ്, അവിടെ എന്താണ് പിതാവും ദൂതന്മാരുടെയും പ്രസൻസ് ആർക്കുണ്ടായിരുന്നു? സാന്നിധ്യം കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. പക്ഷെ അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. കാരണം എന്താണ്, അവരുടെ യേശുവിൻ്റെയും പിതാവിൻ്റെയും പ്രസൻസ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ ഉള്ളവരെല്ലാം, താഴോട്ടുള്ള ഭാഗം തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, അവിടെ ഉള്ളവരെല്ലാം തന്നെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു,
മരിച്ചു വീഴുമായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ 34 വാക്യത്തിൽ കാണുന്നു 9 മണി നേരത്താണ് കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ വിളിച്ചത്? എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് അർത്ഥമുള്ള അരാമ്യ ഭാഷയിൽ ഏലോഹി ഏലോഹി ലമ്മാ ശബദാനി എന്ന് വിളിച്ച് പ്രാണനെ വിട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ നിലവിളിച്ച് പ്രാണനെ വിടുന്ന സമയത്ത് എന്ത് ചെയ്തു? അതിനെതിരെ ക്രോസിൻ്റെ എതിരെ നിന്ന ശതാധിപൻ കണ്ടിട്ട് പറഞ്ഞു അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന്. ആർക്ക് മനസ്സിലായി? അവൻ എന്ത് ചെയ്തു? പറയുകയുണ്ട്. അതായത് ആ ശതാധിപന് അപ്പം മനസ്സിലാവുകയുണ്ടായി. പക്ഷെ എന്ത് ചെയ്യുന്നു? അവിടെ കൂടെ നിന്ന പലരും ബാക്കി എന്താ പറഞ്ഞത്? അവൻ ഏലിയാവെ ഏലോഹി എന്ന് വിളിക്കുന്ന കേട്ടിട്ട് അവൻ എന്താണ്? ഏലിയാവെന്ന പ്രവാചകൻ ഉണ്ടായിരുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞു? അവൻ ഏലിയാവെ വിളിക്കുന്നു, നമുക്ക് നോക്കാം ഏലിയാവ് വന്ന് യേശുവിനെ രക്ഷിക്കുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? പരിഹസിക്കാൻ ഉണ്ടായതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം 34, 39 വരെയുള്ള വാക്യങ്ങൾ 1 അധ്യായത്തിലുള്ള മർക്കോസ് 1-ന്റെ 9 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളായിട്ട് നോക്കുമ്പോൾ ഒത്തുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ മർക്കോസിൻ്റെ 1 അധ്യായത്തിൽ കാണുന്ന എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനമാണ് നമ്മൾ അവിടെ കാണുന്നതായിട്ട്. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു രംഗമാണ് കാണുന്നത്. ശരിക്കും നമ്മൾ മർക്കോസ് 10:38 നോക്കുമ്പോൾ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ എടുക്കുന്ന സ്നാനം ഏൽക്കാനും കഴിയുകയില്ല എന്ന് അവരോട് പറയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ക്രൂശിൽ കിടക്കുന്ന സമയത്തുള്ള ആ കഷ്ടപ്പാടിനെ കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു പരാമർശിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 9:11 മുതൽ 13 വരെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? യോഹന്നാൻ അതായത് ഏലിയാവിൻ്റെ ഒരു രൂപം കാണുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും എന്താണ്? ഏലിയാവ് എന്താണ്? പഴയ നിയമത്തിൽ പ്രവചിച്ചതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനമൊക്കെ അപ്പോൾ നടന്നതെന്ന് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കടന്ന് വിളിക്കുന്ന എന്താണ്? ഏലോഹി ഏലോഹി ലമ്മാ ശബദാനി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ഉള്ള ഒരു പരിഹാസ രൂപേണെങ്കിലും അവിടെ ഏലിയാവിൻ്റെ പേര് കൊണ്ടുവരുന്നതായിട്ടും നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മൾ പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് എന്താണ്? ആകാശം പിളർന്ന് പരിശുദ്ധാത്മാവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് എന്ത് സംഭവിച്ചു? മന്ദിരത്തിലെ തിരശ്ശീല എന്താണ്? മേൽത്തോട്ട് അടിവരെ കീറിപ്പോയതായ ഒരു ഭാഗവും നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ എന്താണ്? യേശുവിൻ്റെ സ്നാന സമയത്ത് അവിടെ യേശുവിൽ എന്ത് വന്നു? പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ഇവിടെ കാണുന്നത്? യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു മരിച്ച ഒരു രംഗവും നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ? ശരിക്കും യേശുവിൻ്റെ സ്നാന സമയം നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അത് പ്രിയപുത്രൻ എന്നൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? മുന്നിൽ നിന്ന് ശതാധിപൻ പറയുന്നുണ്ട് ഇവൻ എന്താണ്? ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ദൈവത്തിൻ്റെ പുത്രൻ, പ്രിയപുത്രൻ തന്നെയാണ്, ദൈവം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇവിടെ മന്ദിരത്തിൻ്റെ തിരശ്ശീല 2 കീറപ്പെട്ട എന്താണ്? അവിടുത്തെ യാഗവ്യവസ്ഥിതികളെല്ലാം തന്നെ എന്താണ്? അതോടുകൂടി കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തോടുകൂടി നീക്കപ്പെട്ടു. കാരണം എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിന്, അതായത് ദൈവം തന്നെ മനുഷ്യർക്ക് യാഗമായി തീർന്നതുകൊണ്ട് അതിനുശേഷം എന്താണ്? യാഗാദി കർമ്മങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല എന്നുകൂടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നാലും സംഭവ വികാസങ്ങൾ എന്തായാലും തന്നെയായിരുന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടപ്പിലാകുക തന്നെ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കർത്താവ് യേശുവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തിൽ അവൻ്റെ ചുറ്റുമുള്ള സംഭവ വികാസങ്ങളെല്ലാം എന്തായിരുന്നു? അവൻ്റെ നിന്ന് അതായത് ക്രൂശീകരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കത്തക്ക രീതിയിലുള്ളതായിരുന്നു. പക്ഷേ എന്താണ്? ആ സാഹചര്യങ്ങളൊന്നും ദൈവം പെടാതെ എന്ത് ചെയ്തു? ദൈവത്തിൽ പൂർണ്ണ യേശു ക്രിസ്തു പെടാതെ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചതുകൊണ്ട് എന്താണ്? ആ ഭൂമിയിൽ എന്തുദ്ദേശം നിറവേറ്റാനാണോ യേശു വന്നത് അതവിടെ
നിറവേറിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ സാഹചര്യങ്ങൾ എന്താണോ, നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെ നടക്കുന്നു, എന്തെന്നാലും ദൈവത്തിൽ നമ്മൾ പൂർണ്ണാശ്രയം വെക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ നിറവേറ്റാനുള്ള ഉദ്ദേശങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നിറവേറപ്പെടും എന്നുകൂടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നതാണ്. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം അന്ത്യവിശ്രമം കൊള്ളുന്നു, ലേറ്റ് ടു റെസ്റ്റ്. ഈ ഭാഗത്ത് മർക്കോസിൻ്റെ സുവിശേഷം 15 42 മുതൽ 47 വരെയുള്ള ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ പാഠം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസൈർ ഓഫ് ഏജസ് എന്ന ബുക്കിലെ 80ാമത്തെ ചാപ്റ്റർ എന്താണ്? ഇൻ ജോസഫ് ടൂം, പേജ് നമ്പർ 773 774 ഭാഗങ്ങളിലൂടെ നമുക്ക് നോക്കിപ്പോകാം. ശരിക്കും യേശുവിൻ്റെ മരണശേഷം ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്നാൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ ആരും കാണപ്പെടാതിരുന്നപ്പോൾ അരിമത്യയിലെ യോസഫിൻ്റെ ഇടപെടലിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്നാണ്. യേശുവിൻ്റെ ഈ ക്രൂശീകരണ സമയത്തൊക്കെ എന്താണ്, ശിഷ്യന്മാരാരും അടുത്തുണ്ടായിരുന്നില്ല. അവർ യേശുവിനെ സ്നേഹിച്ചിരുന്നെങ്കിലും യേശുവിനെ പിന്തുടർന്നിരുന്നുവെങ്കിലും എന്താണ്, ഈ സമയത്ത് അവർ പേടിച്ച് പിന്മാറുകയാണെന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന്, ഈ സംഭവവികാസം നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മരണശേഷം എന്താണ്, അരിമത്യയിലെ യോസഫ് എന്ത് ചെയ്തു? നിക്കോദമസും കൂടെ ചേർന്ന് ഇവർ രണ്ടുപേരും അവിടുത്തെ സാൻഹിഡ്രിൻ കൗൺസിലിൻ്റെ മെമ്പേഴ്സാണ്. ഇവർ രണ്ടുപേരും കൂടെയാണ് പീലാത്തോസിൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ വരുന്നത്. ഇവർ രണ്ടുപേരും കൂടെ വരികയും അരിമത്യയിലെ യോസഫ് വളരെ ധനാഢ്യനും മാന്യനുമായ ആ പട്ടണത്തിലെ ഒരു പ്രമാണിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? പീലാത്തോസിനോട് ശരീരം യാചിക്കുന്നുണ്ട്. അങ്ങനെ പീലാത്തോസ് അത് കേട്ടപ്പോഴത്തേക്ക് 44 വാക്യത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു എന്നാണ് അവിടെ കാണുന്നത്. അതിനുശേഷം എന്താണ്, അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി പീലാത്തോസ് എന്ത് ചെയ്തു? ശതാധിപനെ വിളിച്ച് അത് മരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിലാക്കി. അതിനുശേഷം എന്താണ്, അരിമത്യ യോസഫിന്, അതായത് നിക്കോദോമസിനും ഈ ശരീരം എടുത്തു കൊണ്ടുപോകാൻ അനുവാദം കൊടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് യേശുവിൻ്റെ ശരീരം വളരെ കെയർഫുള്ളി ക്രൂശിൽ നിന്ന് ഇറക്കുകയും ഈ നിക്കോദീമസ് വളരെ വിലപിടിപ്പുള്ള ഒരു ബാം പുരട്ടുന്നതിന് വേണ്ടി യേശുവിൻ്റെ ശരീരത്തിൽ പുരട്ടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ആ ബാമെല്ലാം പുരട്ടിയതിന് ശേഷം ലിനൻ ക്ലോത്ത് വെച്ച് യേശുവിനെ പൊതിഞ്ഞ് കാൽവറിയുടെ അടുത്തുള്ള തന്നെ അരിമത്യക്കാരൻ യോസഫിൻ്റെ എന്ത് ചെയ്തു? ആ ഒരു പുതിയ കല്ലറയിൽ, ആരെയും അതുവരെ വെച്ചിട്ടില്ലാത്ത വെട്ടിയിരുന്ന ആ പുതിയ കല്ലറയിൽ യേശുവിനെ അന്ന് അടക്കം ചെയ്തായിട്ട് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ രണ്ടു പേരും എന്താണ്, ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് അവർ കർത്താവ് യേശു ക്രിസ്തുവിനെ തുടരാത്തവരായിരുന്നു. അതിന് കാരണം എന്താണ്, യേശുവിനെ അവർ സ്നേഹിച്ചിരുന്നുവെങ്കിലും യേശുവിനെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടുവെങ്കിൽ തന്നെയും അവർ ആ സാൻഹിഡ്രിൻ കൗൺസിലിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ മെമ്പേഴ്സ് ആയിരുന്നത് കൊണ്ട് തന്നെ അവരൊരിക്കലും ആ ജീവിച്ചിരുന്നപ്പോൾ ഫോളോ ചെയ്തിരുന്നില്ല. പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ഫോളോ ചെയ്തിരുന്ന ശിഷ്യന്മാർക്ക് ആർക്കും തന്നെ മരണസമയത്ത്, യേശുവിൻ്റെ മരണസമയത്തുള്ള ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞതുമില്ല എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ അരിമത്യക്കാരനായ യോസഫും അതുപോലെ നിക്കോദീമസും എന്ത് ചെയ്തു? അവർക്ക് അതിന് സാധിക്കുകയും അവിടെ സ്വാധീനവും അതിന് ഇടയാക്കി തീർത്തു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് അതിന് സാധിക്കുകയും എന്ത് ചെയ്തു? അവർ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? അങ്ങനെ ചെയ്ത് ക്രൂശിൽ നിന്ന് ഇറക്കി ബാം പുരട്ടി ലിനൻ ക്ലോത്ത് വെച്ച് പൊതിഞ്ഞ് യേശുവിനെ സ്വസ്ഥമായി കല്ലറയിൽ കൊണ്ടുവച്ചതായിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ എന്താണ്, മദ്ദലക്കാരത്തി മറിയയും ശലോമയും എല്ലാം എന്ത് ചെയ്യുന്നു? ഇത് ദൂരെ നിന്ന് ഈ സംഭവങ്ങളെല്ലാം വീക്ഷിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ലാസറിൻ്റെ സഹോദരിയായ മദ്ദലക്കാരത്തി മറിയയും യോസഫിൻ്റെ സഹോദരിയായ മറിയയും എല്ലാം എന്ത് ചെയ്തു? ഈ കല്ലറ വെച്ച സ്ഥലം നോക്കി കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് അവരത് പ്രത്യേകിച്ച് നിരീക്ഷിച്ച് വെച്ചത്? കാരണം അവർ അന്ന് വന്നതിന് ശേഷം, അതായത് അന്ന് ഫ്രൈഡേ, വെള്ളിയാഴ്ച ശബത്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള സമയമായിരുന്നു. അപ്പോൾ ശബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് ശേഷം യേശുവിനെ വന്ന് അവിടുത്തെ നടപ്പ് പ്രകാരം തൈലം പൂശി വയ്ക്കാമെന്ന് അവർ തീരുമാനിച്ചിരുന്നു അല്ലേ. അപ്പോൾ അവർക്കെല്ലാം വളരെ പിറ്റി ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആർക്കും അപ്പോൾ പീലാത്തോസിൻ്റെ, ഗവർണറായ പീലാത്തോസിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ആ വലിയ കൂട്ടത്തിൻ്റെ മുമ്പിലോ വന്ന് യേശുവിനെ വായിക്കാനുള്ള ധൈര്യം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാർക്ക് സാധിച്ചു എന്നാണ് ആ കൗൺസിൽ തന്നെയാണ്, സാൻഹിഡ്രിൻ എന്ന് പറയുന്ന കൗൺസിൽ തന്നെയാണ് ശരിക്കും എന്താണ്, യേശു ക്രിസ്തുവിനെതിരായി നിന്നപ്പോൾ ആ കൗൺസിലുള്ള 2 മെമ്പേഴ്സിന് തന്നെ ദൈവം ഉപയോഗിച്ച്, 2 മെമ്പേഴ്സിന് തന്നെ ദൈവം ഉപയോഗിച്ച് യേശുവിനെ അവിടെ നിന്ന് ഇറക്കി
ആ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചതായിട്ടും നമ്മളിവിടെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയ ഒരു കാര്യമാണ് ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും, അരിമത്യ യോസഫിനും നിക്കോദോമസിനും കഴിഞ്ഞതായിട്ട് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ വായിച്ചു വരുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വെള്ളിയാഴ്ച കൂടുതൽ പഠനത്തിന് എടുത്തിരിക്കുന്ന ഡിസയർ ഓഫ് ഏജസിലെ പേജ് നമ്പർ 723 മുതൽ 764 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കിപ്പോകാം. അതിൻ്റെ ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ നോക്കി പോകുമ്പോൾ, ക്രിസ്തു നമ്മുടെ പകരക്കാരനും ജാമ്യക്കാരനും എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും പാപം തൻ്റെ മേൽ വഹിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് അവന് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അതികഠിനമായ വേദനയിലാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതെന്നും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പാപഭാരം കാരണം പിതാവിൻ്റെ ഐക്യത്തിൻ്റെ മുഖം കാണാൻ യേശു ക്രിസ്തുവിന് കഴിഞ്ഞിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ എന്താണ്, പിതാവുമായി എപ്പോൾ സമ്പർക്കത്തിലായിരുന്ന യേശുവിന് ആ സമ്പർക്കം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. കാരണം ഈ ലോകത്തിൻ്റെ നമ്മൾ ഉൾപ്പെടെ ഉള്ള മനുഷ്യരാശിയുടെ പാപമാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവ്യമുഖം പിൻവാങ്ങിയ ദുഃഖമാണ് യേശുവിൻ്റെ ഹൃദയത്തെ കുത്തിത്തുളച്ചതായിട്ട് നമ്മളത് കാണുന്നുണ്ട്. അതൊരു മനുഷ്യനും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ മാനസിക ദുഃഖം അതികഠിനമായത് കാരണം അവൻ്റെ ശാരീരിക വേദന കഷ്ടിച്ച് മാത്രം അനുഭവപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. അതായത് ശരിക്കും നമ്മൾ ഈ ശാരീരിക വേദനയും പരിഹാസത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പോഴിവിടെ വായിച്ചു വന്നാൽ. അപ്പോൾ ശാരീരിക വേദനയും പരിഹാസവും എന്താണ്, അതികഠിനമായിരുന്നുവെങ്കിലും പിതാവായ ദൈവത്തെ പിരിഞ്ഞിരുന്ന ആ മാനസിക ദുഃഖം അതികഠിനമായത് കാരണം എന്താണ്, ഈ ശാരീരിക വേദന കഷ്ടിച്ച് മാത്രമാണ് യേശു ക്രിസ്തുവിന് അനുഭവപ്പെട്ടതായിട്ട് സിസ്റ്റർ വൈറ്റ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇന്നത്തെ ലോകത്തിൽ യേശുവിന് പകരം ചോദിക്കുന്ന ബറബാസ് ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നാണ്. ഇന്നത്തെ ലോകത്ത് ഇപ്പോൾ ബറബാസ് ആരാന്ന് നമുക്കറിയാം അല്ലേ. യേശു ക്രിസ്തുവിന് പകരമായി അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട, അതായത് തടവിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ട ഒരു ദുഷ്ടനായ വ്യക്തിയാണ് ബറബാസ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ബറബാസ്, ഇന്നത്തെ ലോകത്തിൽ യേശുവിന് പകരം ചോദിക്കുന്ന ബറബാസ് ആരാണ് അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കുറേ ബറബാസുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അത് മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തന്നെ വിലയിരുത്താം, നമ്മുടെ ജീവിതത്തിലെ ബറബാസിന് പകരം യേശുവിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ എന്താണ്, നമുക്ക് രക്ഷ കരസ്ഥമാക്കാൻ കഴിയും. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ പാഠപഠനത്തിൻ്റെ അവസാനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതത്തിൽ വാസം ചെയ്തുമേ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഈ പാഠത്തെ അവിടെ നിയന്ത്രിച്ചതിനാലും പഠിക്കാൻ സഹായിച്ചതിനാലും നന്ദി അർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കുകയുണ്ടായ കർത്താവ്. പലപ്പോഴും കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ പല കാര്യങ്ങളും ഞങ്ങൾ ഇന്നത്തെ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി കർത്താവ്. ഇതെല്ലാം മനസ്സിലാക്കിയ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടത സഹിച്ചാണ് നമ്മൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കർത്താവ്. ഇതെല്ലാം മനസ്സിലായി ഞങ്ങളുടെ ജീവിതത്തിലെ സകല ബർബാസുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തെ തന്നെ സ്വീകരിക്കേണ്ടതിന്, ദൈവത്തെ തന്നെ അനുസരിക്കേണ്ടതിന്, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിന് പഠിപ്പിക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും ഒരുക്കുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ.